നമ്മുടെ ഏറ്റവും അടുത്ത സൂപ്പർനോവ ആയി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് നമ്മൾ തിരുവാതിര എന്ന് വിളിക്കുന്ന ബേറ്റൽഗ്യൂസ് എന്ന നക്ഷത്രം. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണിത്. എർത്തിൽ നിന്ന് 700 പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രം. അടുത്ത 1,00,000 വർഷങ്ങൾക്കുള്ളിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങൾക്കുള്ളിൽ ഒരു നോവ എക്സ്പ്ലോഷൻ ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ടി കൊറോണ ബോറിയാലിസ് അല്ലെങ്കിൽ ബ്ലേസ് സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രം ഈ അടുത്ത മാസങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്ത് കാണാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനിലെ ഒരു സ്റ്റാറാണ് ബ്ലേസ് സ്റ്റാർ. ബ്ലേസ് സ്റ്റാർ അല്ലെങ്കിൽ കൊറോണ ബോറിയാലിസിസ് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. അതായത് ഈ സ്റ്റാർ സിസ്റ്റത്തിൽ 2 സ്റ്റാർസ് ഉണ്ട്. ഗ്രാവിറ്റി 2 സ്റ്റാർസിനെയും ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനാൽ ഇവ പരസ്പരം ഓർബിറ്റ് ചെയ്യുന്നു. ഇതിലൊന്ന് ഒരു വൈറ്റ് ഡ്വാർഫും മറ്റേതൊരു റെഡ് ജയൻറ്റുമാണ്. ഇതൊരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ അല്ല, മറിച്ച് നോവ എക്സ്പ്ലോഷനാണ്. ഈ നോവ എക്സ്പ്ലോഷൻ ഓരോ 80 വർഷം കൂടുമ്പോഴും സംഭവിക്കുന്നതാണ്. ആദ്യം ഈ നോവ എക്സ്പ്ലോഷൻ റിപ്പോർട്ട് ചെയ്ത് 1866-ലാണ്. ലാസ്റ്റ് എക്സ്പ്ലോഷൻ നടന്നത് 1946-ലാണ്. ഇനി ഇത് നടക്കാൻ പോകുന്നത് ഈ വർഷം മാർച്ചിനും സെപ്റ്റംബറിനും ഇടയിലാണ്. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഇവൻ്റാണ്. വീണ്ടും 80 വർഷങ്ങൾക്ക് ശേഷമേ ഇത് കാണാൻ സാധിക്കൂ. എങ്ങനെയാണ് ഈ നോവ എക്സ്പ്ലോഷൻ വീണ്ടും സംഭവിക്കുന്നത്? ഈ സ്റ്റാർ സിസ്റ്റത്തിൽ ഒരു വൈറ്റ് ഡ്വാർഫും ഒരു റെഡ് ജയൻറ്റുമാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അത് കാണാൻ ശ്രമിക്കുക. വൈറ്റ് ഡ്വാർഫുകൾക്ക് അതിഭീകരമായ ഗ്രാവിറ്റിയാണുള്ളത്. അതിനാൽ റെഡ് ജയൻറ്റ് സ്റ്റാറിലുള്ള മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് ഹൈഡ്രജൻ ഗ്യാസ്, ഈ നക്ഷത്രം വലിച്ചെടുക്കും. ഈ ഹൈഡ്രജൻ വൈറ്റ് ഡ്വാർഫിന് ചുറ്റും പൊതിയും. വർഷങ്ങൾ കഴിയുന്തോറും വൈറ്റ് ഡ്വാർഫിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ ഗ്യാസിൻ്റെ അളവ് കൂടും. ഇത് കാരണം ഇതിനുള്ളിലെ പ്രഷറും ടെമ്പറേച്ചറും കൂടാൻ തുടങ്ങും. ടെമ്പറേച്ചർ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ തെർമോ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇവിടെ സംഭവിക്കും. നോവ എക്സ്പ്ലോഷൻ വഴി വൈറ്റ് ഡ്വാർഫ് സ്റ്റാറിന് ചുറ്റുമുള്ള ഹൈഡ്രജനും മറ്റു മെറ്റീരിയൽസും തെറിച്ചു പോകും. ഏകദേശം 80 കൊല്ലത്തിനുള്ളിൽ ഇത് സംഭവിക്കും. ഉള്ളിലുള്ള വൈറ്റ് ഡ്വാർഫ് മാത്രമേ അവശേഷിക്കൂ. അത് വീണ്ടും റെഡ് ജയൻറ്റ് സ്റ്റാറിൽ നിന്നുള്ള ഹൈഡ്രജൻ ഗ്യാസിനെ വലിച്ചെടുക്കാൻ ആരംഭിക്കും. ഇതിനാൽ ഓരോ 80 വർഷം കഴിയുമ്പോഴും നോവ എക്സ്പ്ലോഷൻ കാണാൻ സാധിക്കും. എർത്തിൽ നിന്ന് 3000 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ സ്റ്റാർ സിസ്റ്റം ഉള്ളത്. ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് ലൈറ്റ് ഇവിടെ എത്തുന്നത്. അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പേ റിയൽ ടൈം 1000 BCയിൽ ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ്. ആകാശത്ത് വളരെ ബ്രൈറ്റായിട്ട് ഈ എക്സ്പ്ലോഷൻ നമുക്ക് കാണാൻ സാധിക്കും. കുറേ ദിവസങ്ങളോളം ഇത് നീണ്ടു നിൽക്കും.